റഫ്നെസ് ഉള്ള, ഇപ്പോൾ നമ്മുടെ ലൂസിഫറിലൊക്കെ ലാലേട്ടൻ ചെയ്തിട്ടുള്ള ടൈപ്പ് ക്യാരക്ടറില്ല, അതായത് എന്താണ് ഉള്ളിലുള്ള സംഭവം എന്താണെന്ന് പുറത്ത് വലിയ ഒരു 2025 മെഗാ ഒരു ലെവലിലേക്ക് പോയില്ലെങ്കിൽ നമുക്ക് കാണാം തിയേറ്റർ മൂവി തന്നെയാണ്. ടെക്നിക്കൽ ലെവലിൽ നമ്മുടെ മോളിവുഡ് ആ ഒരു ലെവലിൽ എത്തി എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഡു വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്, ഇറ്റ്സ് എ ഗുഡ്. അങ്ങനെ 2025 ആദ്യ മലയാള സിനിമ റിലീസിന് വന്നിരിക്കുകയാണ്. ടൊവിനോ തോമസ്, തൃഷ എന്നിവ പ്രധാന ഐഡന്റിറ്റി. അപ്പോൾ മലയാള സിനിമയ്ക്ക് ഈ ഒരു വർഷം നല്ലൊരു വർഷം തന്നെ ആവട്ടെ എന്ന് ആശംസിക്കാം. കൂടെ 2-ാം തീയതി ആയെങ്കിൽ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ കൂടി. സിനിമാ വിശേഷങ്ങൾക്ക് പബ്ലിക് റിവ്യൂസിനും കൂടെ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ നേരെ റിവ്യൂയിലേക്ക്. ടൊവിനോക്ക് എങ്ങനെയുണ്ട്? ത്രില്ലിംഗ് സംഭവങ്ങളൊന്നും നല്ല മൂവിയായിരുന്നു. ഗുഡ് മൂവി, ടെക്നിക്കലി ബ്രില്യൻ്റ് ആണ്. പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കൊക്കെ അടിപൊളിയാണ്. നല്ല സിനിമ. തിയേറ്റർ വാച്ച് ആണ് ആക്ച്വലി. ത്രില്ലറാണ് ആൻഡ് സോഷ്യൽ മെസ്സേജസ് ലൈക്ക് വേണമെങ്കിൽ ലൈക്ക് നമുക്കത് കൺസിഡർ ചെയ്യാം. കുറച്ചും കൂടെ സോഷ്യലി നമ്മൾ പല കാര്യത്തിൽ അവെയർ ആയിരിക്കണം ഈ പടത്തിൽ ഇൻഡയറക്ട്ലി പറയുന്നുണ്ട്. എസ്പെഷ്യലി വിമൻ സേഫ്റ്റി ഇസ് റിയലി കൺസിഡേർഡ് ഹിയർ. അപ്പോൾ പടം നല്ലതാണ്. ലൈക്ക് ഡു വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്, ഇറ്റ്സ് എ ഗുഡ്. സംഭവം കൊള്ളാം. ടെക്നിക്കലി ഒരു ഹൈ ലെവലാണ്. DOPയും ഫൈറ്റ് കൊറിയോഗ്രാഫിയൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. സ്റ്റോറി ലൈൻ വന്നിട്ട് ഒരു ക്ലീശ നമ്മൾ 2003 കണ്ട ഒരു ഹോളിവുഡ് പടം കാണുന്ന പോലെയുള്ള ഒരു ഫീലാണ്. അതായത് കുറച്ച് ഔട്ട്ഡേറ്റഡ് ഹോളിവുഡ് ത്രെഡാണ്. പക്ഷേ ടെക്നിക്കൽ ലെവലിൽ നമ്മുടെ മോളിവുഡ് ആ ഒരു ലെവലിൽ എത്തി എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന കാര്യമാണ്. ടൊവിനോയുടെ ആ ഒരു ചാം നമുക്ക് നന്നായിട്ട് കിട്ടും പടത്തിനകത്ത്. ആ ഹീറോയിസം എല്ലാം പക്കയായിട്ട് വന്നിട്ടുണ്ട്. പടം ഒരു സ്ലോ പേസ് ആണോ പടം വരുന്നത്? അത്രയ്ക്ക് സ്ലോ പേസ് ഒന്നുമല്ല, നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകും. പക്ഷേ ലൈക്ക് എന്താണ് ഒരു എക്സ്ട്രാ ഹൈ ക്വാളിറ്റി പടമൊന്നും പറയാനില്ല. അതിന്റെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന സാധനം കിട്ടുന്നുണ്ട്. നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു പടം തന്നെയാണ്. നമ്മൾ അത്രത്തോളം വലിയ ഒരു 2025 മെഗാ ഒരു ലെവലിലേക്ക് പോയില്ലെങ്കിൽ നമുക്ക് കാണാം തിയേറ്റർ മൂവി തന്നെയാണ്. കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. ടൊവിനോ ത്രില്ലറാണ്, ത്രില്ലിംഗ് കൊണ്ടുപോകുന്നുണ്ട്. ആ എൻ്റയർ ടൈം കംപ്ലീറ്റ് ത്രില്ലിംഗ് കൊണ്ടുപോകുന്നുണ്ട്. അതിനൊരു ഡൗട്ടൊന്നുമില്ല. ഇല്ല, നമുക്ക് ഫാസ്റ്റായിട്ട് തന്നെയാണ് പോകുന്നത്. സംടൈംസ് നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ത്രില്ല് നമുക്ക് അവസാനം വരെയും. ഏറ്റവും വലിയ ത്രില്ല് എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ടൊവിനോയുടെ ആ ഒരു ക്യാരക്ടർ അതൊരു വല്ലാത്തൊരു ഫീല് നമുക്ക് തരുന്നുണ്ട്. നല്ല ആക്ഷനാണ്, കുഴപ്പമില്ല. ആ ടീം വരുന്നുണ്ട്. പക്ഷേ തൃശ്ശയൊന്നും അത്രത്തോളം നമുക്ക് ആ ഒരു കിട്ടിയിട്ടില്ല. നമ്മൾ പ്രതീക്ഷ അത്ര കിട്ടിയിട്ടില്ല. പക്ഷേ ടൊവിനോയൊക്കെ എൻ്റെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആക്ഷൻ സീനൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഫ്ലൈറ്റിലെ സീനൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ ഒരു പടം തന്നെയാണ് തിയേറ്റർ വാച്ചുള്ള. സൂപ്പർ നൈസ് ഫൈറ്റ് മൂവി എങ്ങനെയുണ്ടായിരുന്നു? ഒരു ത്രില്ലർ ടൈപ്പ് പടം തന്നെയാണോ? കുഴപ്പമില്ലായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഭയങ്കര സീരിയസ് ത്രില്ലർ ആയിട്ട് തോന്നി. പക്ഷെ അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് ഓവറാക്കി ഇച്ചിരി ചടമാക്കി. പെർഫോമൻസ് ഒക്കെ ടോപ്പായിരുന്നു. ആക്ഷൻ സീക്വൻസും ജെയ്ക്സ് ബിജോയുടെ BGM കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യായിരുന്നു. ആ ഒരു ജെയ്ക്സ് ബിജോയുടെ ആ ഒരു ലെവൽ എത്തിയില്ല, കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യായിരുന്നു. തിയേറ്റർ വാച്ച് റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ? നല്ല പെർഫോമൻസ് ആണ്. ഭയങ്കര ഒരു എന്താ പറയണ്ടേ, ഒരുപാട് എക്സ്പ്രസീവ് അല്ലാത്ത ഒരു ക്യാരക്ടറാണ്. അത്യാവശ്യം ഒരു റഫ്നെസ് ഉള്ള, ഇപ്പോൾ നമ്മുടെ ലൂസിഫറിലൊക്കെ ലാലേട്ടൻ ചെയ്തിട്ടുള്ള ടൈപ്പ് ക്യാരക്ടറില്ല, അതായത് എന്താണ് ഉള്ളിലുള്ള സംഭവം എന്താണെന്ന് പുറത്ത് കാണിക്കാതെ റഫായിട്ട് പിടിക്കുന്ന ആ ഒരു ടൈപ്പ് ക്യാരക്ടറില്ലേ, അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു. ടൊവിനോക്ക് എങ്ങനെ ഉണ്ടായിരുന്നു?